സംഖ്യാപുസ്തകം അധ്യായം 26. ബാധ കഴിഞ്ഞ ശേഷം യഹോവ മോശയോടും പുരോഹിതനായ അഹരോൻ്റെ മകൻ എലെയാസാരിനോടും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയെയും 20 വയസ്സ് മുതൽ മേലോട്ട് യുദ്ധത്തിന് പ്രാപ്തിയുള്ള എല്ലാവരെയും ഗോത്രമായി എണ്ണി തുകയെടുപ്പിൻ എന്ന് കൽപ്പിച്ചു. അങ്ങനെ മോശയും പുരോഹിതനായ എലെയാസാരും എരിഹോവിൻ്റെ സമീപത്ത് യോർദാനരികെയുള്ള മോവാബ് സമഭൂമിയിൽ വെച്ച് അവരോട്, യഹോവ മോശയോടും മിസ്രയീം ദേശത്തു നിന്ന് പുറപ്പെട്ട ഇസ്രായേൽ മക്കളോടും കൽപ്പിച്ചതുപോലെ 20 വയസ്സ് മുതൽ മേലോട്ടുള്ളവരുടെ തുകയെടുപ്പിൻ എന്ന് പറഞ്ഞു. ഇസ്രായേലിൻ്റെ ആദ്യജാതൻ രൂബേൻ്റെ പുത്രന്മാർ ഹാനോക്കിൽ നിന്ന് ഹാനോക്യ കുടുംബം, പല്ലുവിൽ നിന്ന് പല്ലൂവിയ കുടുംബം, ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, കർമ്മിയിൽ നിന്ന് കർമ്മിയ കുടുംബം. ഇവയാകുന്നു രൂബേന്യ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 43,730 പേർ. പല്ലുവിൻ്റെ പുത്രന്മാർ എലിയാബിൻ്റെ പുത്രന്മാർ നെമുവേൽ, ദാഥാൻ, അബീരാം. യഹോവയ്ക്ക് വിരോധമായി കലഹിച്ചവർ കോരഹിൻ്റെ കൂട്ടത്തിൽ മോശയ്ക്കും അഹരോനും വിരോധമായി കലഹിച്ച സംഘ സദസ്യന്മാരായ ദാഥാനും അബീരാമും ഇവർ തന്നെ. ഭൂമി വായി തുറന്ന് അവരെയും കേരഹിനെയും വിഴുങ്ങിക്കളയുകയും തീ 250 പേരെ ദഹിപ്പിക്കുകയും ചെയ്ത സമയം ആ കൂട്ടം മരിച്ചു. അവർ ഒരു അടയാളമായി തീർന്നു. എന്നാൽ കോരഹിൻ്റെ പുത്രന്മാർ മരിച്ചില്ല. ശിമയോൻ്റെ പുത്രന്മാർ കുടുംബമായി ആരെന്നാൽ, നെമുവേലിൽ നിന്ന് നെമുവേല്യ കുടുംബം, യാമീനിൽ നിന്ന് യാമീന്യ കുടുംബം, യാഖീനിൽ നിന്ന് യാഖീന്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം, ശാവൂലിൽ നിന്ന് ശാവൂല്യ കുടുംബം. ശിമയോന്യ കുടുംബങ്ങളായ ഇവർ 21,200 പേർ. ഗാദിൻ്റെ പുത്രന്മാർ കുടുംബമായി ആരെന്നാൽ, സെഫൂനിൽ നിന്ന് സെഫോന്യ കുടുംബം, ഹഗിയിൽ നിന്ന് ഹഗീയ കുടുംബം, ശൂനിയിൽ നിന്ന് ശൂനീയ കുടുംബം, ഒസ്നിയിൽ നിന്ന് ഒസ്നീയ കുടുംബം, ഏരിയിൽ നിന്ന് എരയ്യ കുടുംബം, അരോദിൽ നിന്ന് അരോദ്യ കുടുംബം, അരേലിയിൽ നിന്ന് അരേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഗാദ് പുത്രന്മാരുടെ കുടുംബങ്ങളായ ഇവർ 40,500 പേർ. യഹൂദയുടെ പുത്രന്മാർ ഏരും ഓനാനും ആയിരുന്നു. ഏരും ഓനാനും കനാൻ ദേശത്ത് വെച്ച് മരിച്ചുപോയി. യഹൂദയുടെ പുത്രന്മാർ കുടുംബമായി ആരെന്നാൽ, ശേലയിൽ നിന്ന് ശേലാന്യ കുടുംബം, ഫേരസിൽ നിന്ന് ഫേരസ്യ കുടുംബം, സേരഹിൽ നിന്ന് സേരഹ്യ കുടുംബം. ഫേരസിൻ്റെ പുത്രന്മാർ ഹെസ്രോനിൽ നിന്ന് ഹെസ്രോന്യ കുടുംബം, ഹാമൂലിൽ നിന്ന് ഹാമൂല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി യഹൂദ കുടുംബങ്ങളായ ഇവർ 76,500 പേർ. ഇസാഖാരിൻ്റെ പുത്രന്മാർ കുടുംബമായി ആരെന്നാൽ, തോലാവിൽ നിന്ന് തോലാവ്യ കുടുംബം, പൂവയിൽ നിന്ന് പൂവ്യ കുടുംബം, യാശൂബിൽ നിന്ന് യാശൂബ്യ കുടുംബം, ഷിമ്രോനിൽ നിന്ന് ഷിമ്രോന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി ഇസാഖാർ കുടുംബങ്ങളായ ഇവർ 64,300 പേർ. സെബുലൂൻ്റെ പുത്രന്മാർ കുടുംബമായി ആരെന്നാൽ, സേരദിൽ നിന്ന് സേരദ്യ കുടുംബം, ഏലോനിൽ നിന്ന് ഏലോന്യ കുടുംബം, യഹ്ലേലിൽ നിന്ന് യഹ്ലേല്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി സെബുലൂന്യ കുടുംബങ്ങളായ ഇവർ 60,500 പേർ. യോസേഫിൻ്റെ പുത്രന്മാർ കുടുംബമായി ആരെന്നാൽ, മനശ്ശെയും എഫ്രയീമും. മനശ്ശെയുടെ പുത്രന്മാർ മാഖീരിൽ നിന്ന് മാഖീര്യ കുടുംബം. മാഖീർ ഗിലെയാദിനെ ജനിപ്പിച്ചു. ഗിലെയാദിൽ നിന്ന് ഗിലെയാദ്യ കുടുംബം. ഗിലെയാദിൻ്റെ പുത്രന്മാർ ആരെന്നാൽ, ഇയേസേരിൽ നിന്ന് ഇയേസേര്യ കുടുംബം, ഹേലക്കിൽ നിന്ന് ഹേലക്യ കുടുംബം, അസ്രിയേലിൽ നിന്ന് അസ്രിയേല്യ കുടുംബം, ശേഖേമിൽ നിന്ന് ശേഖേമ്യ കുടുംബം, ഷെമീദാവിൽ നിന്ന് ഷെമീദാവ്യ കുടുംബം, ഹേഫേരിൽ നിന്ന് ഹേഫര്യ കുടുംബം. ഹേഫരിൻ്റെ മകനായ സെലോഫഹാദിന് പുത്രിമാർ അല്ലാതെ പുത്രന്മാർ ഉണ്ടായില്ല. സെലോഫഹാദിൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹൊഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവരിൽ എണ്ണപ്പെട്ടവരായി മനശ്ശെ കുടുംബങ്ങളായ ഇവർ 52,700 പേർ. എഫ്രയീമിൻ്റെ പുത്രന്മാർ കുടുംബമായി ആരെന്നാൽ,
ശൂഥേലഹിൽ നിന്ന് ശൂഥേലിയ കുടുംബം, ബേഖേരിൽ നിന്ന് ബഖേരിയ കുടുംബം, തഹനിൽ നിന്ന് തഹന്യ കുടുംബം. ശൂഥേലഹിൻ്റെ പുത്രന്മാർ ആരെന്നാൽ ഏരാനിൽ നിന്ന് ഏരാന്യ കുടുംബം. അവരിൽ എണ്ണപ്പെട്ടവരായി എഫ്രീമ്യ കുടുംബങ്ങളായ ഇവർ 32,500 പേർ. ഇവർ കുടുംബം കുടുംബമായി യോസേഫിൻ്റെ പുത്രന്മാർ. ബെന്യാമീൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ബേലയിൽ നിന്ന് ബേലാവിയ കുടുംബം, അസ്ബേലിൽ നിന്ന് അസ്ബേലിയ കുടുംബം, അഹീരാമിൽ നിന്ന് അഹീരാമ്യ കുടുംബം, ഷെഫൂമിൽ നിന്ന് ഷെഫൂമ്യ കുടുംബം, ഹൂഫാമിൽ നിന്ന് ഹൂഫാമ്യ കുടുംബം. ബേലിയുടെ പുത്രന്മാർ അർദും നാമാനും ആയിരുന്നു. അർദിൽ നിന്ന് അർദ്യ കുടുംബം, നാമാനിൽ നിന്ന് നാമാന്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ബെന്യാമീൻ്റെ പുത്രന്മാർ. അവരിൽ എണ്ണപ്പെട്ടവർ 45,600 പേർ. ദാൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ശുഹാമിൽ നിന്ന് ശുഹാമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി ദാന്യ കുടുംബങ്ങൾ ആയിരുന്നു. ശുഹാമ്യ കുടുംബങ്ങളിൽ എണ്ണപ്പെട്ടവർ എല്ലാം കൂടി 64,400 പേർ. ആശേരിൻ്റെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഇമ്നിയിൽ നിന്ന് ഇമ്നീയ കുടുംബം, യിശ്വയിൽ നിന്ന് യിശ്വീയ കുടുംബം, ബെരിയാവിൽ നിന്ന് ബെരിയാവിയ കുടുംബം. ബെരിയാവിൻ്റെ പുത്രന്മാരുടെ കുടുംബങ്ങൾ ആരെന്നാൽ ഹേബരിൽ നിന്ന് ഹേബരിയ കുടുംബം, മൽക്കിയേലിൽ നിന്ന് മൽക്കിയേലിയ കുടുംബം. ആശേരിൻ്റെ പുത്രിക്ക് സാറ എന്നു പേർ. ഇവർ ആശേർ പുത്രന്മാരുടെ കുടുംബങ്ങൾ. അവരിൽ എണ്ണപ്പെട്ടവർ 53,400 പേർ. നഫ്താലിയുടെ പുത്രന്മാർ കുടുംബം കുടുംബമായി ആരെന്നാൽ എഹ്സേലിൽ നിന്ന് എഹ്സേലിയ കുടുംബം, ഗൂനിയിൽ നിന്ന് ഗൂന്യ കുടുംബം, ഏസേരിൽ നിന്ന് ഏസരിയ കുടുംബം, ഷില്ലോമിൽ നിന്ന് ഷില്ലോമ്യ കുടുംബം. ഇവർ കുടുംബം കുടുംബമായി നഫ്താലി കുടുംബങ്ങൾ ആകുന്നു. അവരിൽ എണ്ണപ്പെട്ടവർ 45,400 പേർ. ഇസ്രയേൽ മക്കളിൽ എണ്ണപ്പെട്ട ഇവർ 6,01,730 പേർ. പിന്നെ യഹോവ മോശയോട് അരുളി ചെയ്തത്, ഇവർക്ക് ആളെണ്ണത്തിനൊത്തവണ്ണം ദേശത്തെ അവകാശമായി വിഭാഗിച്ചു കൊടുക്കണം. ആളേറെയുള്ളവർക്ക് അവകാശം ഏറെയും ആൾ കുറവുള്ളവർക്ക് അവകാശം കുറച്ചും കൊടുക്കണം. ഓരോരുത്തന് അവനവൻ്റെ ആളെണ്ണത്തിന് ഒത്തവണ്ണം അവകാശം കൊടുക്കണം. ദേശത്തെ ചീട്ടിട്ട് വിഭാഗിക്കണം. അതത് പിതൃഗോത്രത്തിൻ്റെ പേരിനൊത്തവണ്ണം അവർക്ക് അവകാശം ലഭിക്കണം. ആൾ ഏറെയുള്ളവർക്കും കുറേയുള്ളവർക്കും അവകാശം ചീട്ടിട്ട് വിഭാഗിക്കണം. ലേവ്യരിൽ എണ്ണപ്പെട്ടവർ കുടുംബം കുടുംബമായി ആരെന്നാൽ ഗർശോനിൽ നിന്ന് ഗർശോന്യ കുടുംബം, കെഹാത്തിൽ നിന്ന് കെഹാത്യ കുടുംബം, മെരാരിയിൽ നിന്ന് മെരാരി കുടുംബം. ലേവ്യ കുടുംബങ്ങൾ ആവിത്: ലിബ്നീയ കുടുംബം, ഹെബ്രോന്യ കുടുംബം, മഹ്ലീയ കുടുംബം, മൂശ്യ കുടുംബം, കോരഹിയ കുടുംബം. കെഹാത്ത് അമ്രാമിനെ ജനിപ്പിച്ചു. അമ്രാമിൻ്റെ ഭാര്യയ്ക്ക് യോഖേബേദ് എന്ന് പേർ. അവൾ മിസ്രയീം ദേശത്ത് വെച്ച് ലേവിക്ക് ജനിച്ച മകൾ. അവൾ അമ്രാമിന് അഹരോനെയും മോശയെയും അവരുടെ സഹോദരിയായ മിര്യാമിനെയും പ്രസവിച്ചു. അഹരോന് നാദാബ്, അബീഹു, എലയാസാർ, ഈഥാമാർ എന്നിവർ ജനിച്ചു. എന്നാൽ നാദാബും അബീഹുവും യഹോവയുടെ സന്നിധിയിൽ അന്യാഗ്നി കത്തിച്ച് മരിച്ചുപോയി. 1 മാസം പ്രായം മുതൽ മേലോട്ട് അവരിൽ എണ്ണപ്പെട്ട ആണുങ്ങൾ ആകെ 23,000 പേർ. ഇസ്രായേൽ മക്കളുടെ ഇടയിൽ അവർക്ക് അവകാശം കൊടുക്കായിക കൊണ്ട് അവരെ ഇസ്രായേൽ മക്കളുടെ കൂട്ടത്തിൽ എണ്ണിയില്ല. എരീഹോവിൻ്റെ സമീപത്ത് യോർദാൻ അരികെ മോവാബ് സമഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ മോശയും പുരോഹിതനായ എലയാസാരും എണ്ണിയവർ ഇവർ തന്നെ. എന്നാൽ മോശയും അഹ്രോൻ പുരോഹിതനും സീനായി മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളെ എണ്ണിയപ്പോൾ അവർ എണ്ണിയവരിൽ ഒരുത്തനും ഇവരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അവർ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോകും എന്ന് യഹോവ അവരെക്കുറിച്ച് അരുളി ചെയ്തിരുന്നു. യെഫുന്നെയുടെ മകൻ കാലേബും നൂൻ്റെ മകൻ യോശുവയും ഒഴികെ അവരിൽ ഒരുത്തനും ശേഷിച്ചില്ല. അധ്യായം 27. അനന്തരം യോസേഫിൻ്റെ മകനായ മനശ്ശെയുടെ കുടുംബങ്ങളിൽ മനശ്ശെയുടെ മകനായ മാഖീരിൻ്റെ മകനായ ഗിലെയാദിൻ്റെ മകനായ ഹെഫേരിൻ്റെ മകനായ സെലോഫഹാദിൻ്റെ പുത്രിമാർ അടുത്തു വന്നു. അവൻ്റെ പുത്രിമാർ മഹ്ള, നോവ, ഹോഗ്ല, മിൽക്ക, തിർസ എന്നിവരായിരുന്നു. അവർ സമാഗമന കൂടാരത്തിൻ്റെ വാതിൽക്കൽ മോശയുടെയും എലയാസാർ പുരോഹിതൻ്റെയും പ്രഭുക്കന്മാരുടെയും സർവ്വസഭയുടെയും മുമ്പാകെ നിന്ന് പറഞ്ഞത് എന്തെന്നാൽ, ഞങ്ങളുടെ അപ്പൻ മരുഭൂമിയിൽ വെച്ച് മരിച്ചുപോയി. എന്നാൽ അവൻ യഹോവയ്ക്ക് വിരോധമായി കോരഹിനോട് കൂടിയവരുടെ കൂട്ടത്തിൽ ചേർന്നിരുന്നില്ല. അവൻ സ്വന്തം പാപത്താൽ അത്രയും മരിച്ചത്. അവന് പുത്രന്മാർ ഉണ്ടായിരുന്നതുമില്ല. ഞങ്ങളുടെ അപ്പന് മകൻ ഇല്ലായ്ക കൊണ്ട് അവൻ്റെ പേർ കുടുംബത്തിൽ നിന്ന് ഇല്ലാതെയാകുന്നത് എന്ത്?
അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ ഞങ്ങൾക്ക് ഒരു അവകാശം തരേണം. മോശ അവരുടെ കാര്യം യഹോവയുടെ മുമ്പാകെ വെച്ചു. യഹോവ മോശയോട് അരുളി ചെയ്തത്, സെലോഫഹാദിൻ്റെ പുത്രിമാർ പറയുന്നത് ശരി തന്നെ. അവരുടെ അപ്പൻ്റെ സഹോദരന്മാരുടെ ഇടയിൽ അവർക്ക് ഒരു അവകാശം കൊടുക്കണം. അവരുടെ അപ്പൻ്റെ അവകാശം അവർക്ക് കൊടുക്കണം. നീ ഇസ്രായേൽ മക്കളോട് പറയേണ്ടത് എന്തെന്നാൽ, ഒരുത്തൻ മകനില്ലാതെ മരിച്ചാൽ അവൻ്റെ അവകാശം അവൻ്റെ മകൾക്ക് കൊടുക്കണം. അവന് മകൾ ഇല്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ അവൻ്റെ അവകാശം അവൻ്റെ അപ്പൻ്റെ സഹോദരന്മാർക്ക് കൊടുക്കണം. അവൻ്റെ അപ്പന് സഹോദരന്മാർ ഇല്ലാതിരുന്നാൽ നിങ്ങൾ അവൻ്റെ കുടുംബത്തിൽ അവൻ്റെ അടുത്ത ചാർച്ചക്കാരന് അവൻ്റെ അവകാശം കൊടുക്കണം. അവൻ അത് കൈവശമാക്കണം. ഇത് യഹോവ മോശയോട് കൽപ്പിച്ചതുപോലെ ഇസ്രായേൽ മക്കൾക്ക് ന്യായപ്രമാണം ആയിരിക്കണം. അനന്തരം യഹോവ മോശയോട് കൽപ്പിച്ചത്, ഈ അബാരീം മലയിൽ കയറി ഞാൻ ഇസ്രായേൽ മക്കൾക്ക് കൊടുത്തിരിക്കുന്ന ദേശം നോക്കുക. അത് കണ്ട ശേഷം നിന്റെ സഹോദരനായ അഹരോനെ പോലെ നീയും നിന്റെ ജനത്തോട് ചേരും. സഭയുടെ കലഹത്തിങ്കൽ നിങ്ങൾ സീൻ മരുഭൂമിയിൽ വെച്ച് അവർ കാണെ വെള്ളത്തിൻ്റെ കാര്യത്തിൽ എന്നെ ശുദ്ധീകരിക്കാതെ എൻ്റെ കൽപ്പനയെ മറുത്തതുകൊണ്ട് തന്നെ സീൻ മരുഭൂമിയിൽ കാദേശിലെ കലഹജലം അതുതന്നെ. അപ്പോൾ മോശ യഹോവയോട്, യഹോവയുടെ സഭ ഇടയനില്ലാത്ത ആടുകളെപ്പോലെ ആകാതിരിപ്പാൻ തക്കവണ്ണം അവർക്ക് മുമ്പായി പോകുവാനും അവർക്ക് മുമ്പായി വരുവാനും അവരെ പുറത്ത് കൊണ്ടുപോകുവാനും അകത്ത് കൊണ്ടുവരുവാനും സകലജഡത്തിൻ്റെയും ആത്മാക്കളുടെ ദൈവമായ യഹോവ സഭയുടെ മേൽ ഒരാളെ നിയമിക്കുമാറാകട്ടെ എന്ന് പറഞ്ഞു. യഹോവ മോശയോട് കൽപ്പിച്ചത്, എൻ്റെ ആത്മാവുള്ള പുരുഷനായി നൂൻ്റെ മകനായി യോശുവയെ വിളിച്ച് അവൻ്റെ മേൽ കൈവച്ച് അവനെ പുരോഹിതനായ എലയാസാരിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവർ കാണെ അവന് ആജ്ഞ കൊടുക്കുക. ഇസ്രായേൽ മക്കളുടെ സഭയെല്ലാം അനുസരിക്കേണ്ടതിന് നിന്റെ മഹിമയിൽ ഒരംശം അവൻ്റെ മേൽ വെക്കണം. അവൻ പുരോഹിതനായ എലയാസാരിൻ്റെ മുമ്പാകെ നിൽക്കണം. അവൻ അവനു വേണ്ടി യഹോവയുടെ സന്നിധിയിൽ ഊരീം മുഖാന്തരം അരുളപ്പാട് ചോദിക്കണം. അവനും ഇസ്രായേൽ മക്കളുടെ സർവ്വസഭയും അവൻ്റെ വാക്ക് പ്രകാരം പോകുകയും അവൻ്റെ വാക്ക് പ്രകാരം വരികയും വേണം. യഹോവ തന്നോട് കൽപ്പിച്ചതുപോലെ മോശ ചെയ്തു. അവൻ യോശുവയെ വിളിച്ച് പുരോഹിതനായ എലയാസാരിൻ്റെയും സർവ്വസഭയുടെയും മുമ്പാകെ നിർത്തി അവൻ്റെ മേൽ കൈവച്ച് യഹോവ മോശ മുഖാന്തരം കൽപ്പിച്ചതുപോലെ അവന് ആജ്ഞ കൊടുത്തു. അധ്യായം 28. യഹോവ പിന്നെയും മോശയോട് അരുളി ചെയ്തത്, എനിക്ക് സൗരഭ്യവാസനയായ ദഹനയാഗങ്ങൾക്കുള്ള എൻ്റെ ഭോജനമായ വഴിപാട് തക്ക സമയത്ത് എനിക്ക് അർപ്പിക്കേണ്ടതിന് ജാഗ്രതയായിരിക്കാൻ ഇസ്രായേൽ മക്കളോട് കൽപ്പിക്കണം. നീ അവരോട് പറയേണ്ടത്, നിങ്ങൾ യഹോവയ്ക്ക് അർപ്പിക്കേണ്ടുന്ന ദഹനയാഗം എന്തെന്നാൽ, നാൾതോറും നിരന്തര ഹോമയാഗത്തിനായി 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാട്, ഒരു കുഞ്ഞാടിനെ രാവിലെയും മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്തും യാഗം കഴിക്കണം. ഇടിച്ചെടുത്ത എണ്ണ 1/4 ഹീൻ ചേർത്ത 1 ഇടങ്ങഴി മാവ് ഭോജനയാഗമായും അർപ്പിക്കണം. ഇത് യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി സീനായി പർവ്വതത്തിൽ വെച്ച് നിയമിക്കപ്പെട്ട നിരന്തര ഹോമയാഗം. അതിൻ്റെ പാനീയയാഗം കുഞ്ഞാടൊന്നിന് 1/4 ഹീൻ മദ്യമായിരിക്കണം. അത് യഹോവയ്ക്ക് പാനീയയാഗമായി വിശുദ്ധ മന്ദിരത്തിൽ ഒഴിക്കണം. മറ്റേ കുഞ്ഞാടിനെ വൈകുന്നേരത്ത് യാഗം കഴിക്കണം. അതിനെ രാവിലത്തെ ഭോജനയാഗവും അതിൻ്റെ പാനീയ യാഗവും പോലെ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗമായി അർപ്പിക്കണം. ശബ്ബത്ത് നാളിലോ 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 2 കുഞ്ഞാടിനെയും ഭോജനയാഗത്തിനായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും അതിൻ്റെ പാനീയ യാഗവും അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയ യാഗത്തിനും പുറമെ ഇത് ശബ്ബത്ത് തോറുമുള്ള ഹോമയാഗം. നിങ്ങളുടെ മാസാരംഭങ്ങളിൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള ഊനമില്ലാത്ത 7 കുഞ്ഞാടിനെയും കാള ഒന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 3 ഇടങ്ങഴി മാവും ആട്ടുകൊറ്റന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 2 ഇടങ്ങഴി മാവും കുഞ്ഞാടൊന്നിന് ഭോജനയാഗമായി എണ്ണ ചേർത്ത 1 ഇടങ്ങഴി മാവും അർപ്പിക്കണം. അത് ഹോമയാഗം, യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ദഹനയാഗം തന്നെ. അവയുടെ പാനീയയാഗം കാളയൊന്നിന് 1/2 ഹീൻ വീഞ്ഞും ആട്ടുകൊറ്റന് ഹീനിൻ്റെ 1/3 കുഞ്ഞാടൊന്നിന് 1/4 ഹീനും ആയിരിക്കണം. ഇത് മാസാന്തരം അമാവാസി തോറുമുള്ള ഹോമയാഗം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ
പാപയാഗമായി യഹോവയ്ക്ക് ഒരു കോലാട്ടുകൊറ്റനെയും അർപ്പിക്കണം. 1-ാം മാസം 14-ാം തീയതി യഹോവയുടെ പെസഹ ആകുന്നു. ആ മാസം 15-ാം തീയതി പെരുന്നാൾ ആയിരിക്കണം. 7 ദിവസം പുളിപ്പില്ലാത്ത അപ്പം തിന്നണം. 1-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും ദഹനയാഗമായി അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം. അവയുടെ ഭോജനയാഗം എണ്ണ ചേർത്ത മാവ് ആയിരിക്കണം. കാള ഒന്നിന് 3 ഇടങ്ങഴിയും ആട്ടുകൊറ്റന് 2 ഇടങ്ങഴിയും 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഓരോ ഇടങ്ങഴിയും അർപ്പിക്കണം. നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ പാപയാഗത്തിനായി 1 കോലാട്ടിനെയും അർപ്പിക്കണം. നിരന്തര ഹോമയാഗമായ രാവിലത്തെ ഹോമയാഗത്തിന് പുറമെ ഇവ അർപ്പിക്കണം. ഇങ്ങനെ 7 നാളും യഹോവയ്ക്ക് സൗരഭ്യവാസനയായി ദഹനയാഗത്തിൻ്റെ ഭോജനം ദിവസം പ്രതി അർപ്പിക്കണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ പാനീയയാഗത്തിനും പുറമെ ഇത് അർപ്പിക്കണം. 7-ാം ദിവസം വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. വാരോത്സവമായ ആദ്യഫല ദിവസത്തിൽ പുതിയ ധാന്യം കൊണ്ട് ഒരു ഭോജനയാഗം കൊണ്ടുവരുമ്പോഴും വിശുദ്ധ സഭായോഗം കൂടേണം. അന്ന് സാമാന്യ വേലയൊന്നും ചെയ്യരുത്. എന്നാൽ നിങ്ങൾ യഹോവയ്ക്ക് സൗരഭ്യവാസനയായ ഹോമയാഗത്തിനായി 2 കാളക്കിടാവിനെയും 1 ആട്ടുകൊറ്റനെയും 1 വയസ്സ് പ്രായമുള്ള 7 കുഞ്ഞാടിനെയും അർപ്പിക്കണം. അവയുടെ ഭോജനയാഗമായി എണ്ണ ചേർത്ത മാവ് കാളയൊന്നിന് ഇടങ്ങഴി 3 ആട്ടുകൊറ്റന് ഇടങ്ങഴി 2 7 കുഞ്ഞാട്ടിൽ ഓരോന്നിന് ഇടങ്ങഴി ഓരോന്നും നിങ്ങൾക്ക് വേണ്ടി പ്രായശ്ചിത്തം കഴിപ്പാൻ 1 കോലാട്ടുകൊറ്റനും വേണം. നിരന്തര ഹോമയാഗത്തിനും അതിൻ്റെ ഭോജനയാഗത്തിനും അവയുടെ പാനീയയാഗത്തിനും പുറമെ നിങ്ങൾ ഇവ അർപ്പിക്കണം. അവ ഊനമില്ലാത്തവ ആയിരിക്കണം.